വചനജ്വാല 1128 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 2 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഗാന്ധി ജയന്തി ദിനമായി ആചരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ പരിശുദ്ധ മാതാവിന്റെ ജപമാല മാസം 2-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് യൂറോപ്പ് തീർത്ഥാടനം കഴിഞ്ഞ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയെ നേരിൽ കാണുവാനും ലൂർദ് മാതാവിന്റെ സവിധത്തിലും ഫാത്തിമ മാതാവിന്റെ സവിധത്തിലും ഓരോ ദിവസം മുഴുവൻ പ്രാർത്ഥനയോടെ ചെലവഴിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് 2 മക്കബായർ 10-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവർ മക്കബേയൂസിനെ മുറിവേൽക്കാതിരിക്കാൻ ചുറ്റും നിന്ന് തങ്ങളുടെ പരിചകളും ആയുധം കൊണ്ട് അവരെ സംരക്ഷിച്ചു. അവർ ശത്രുവിന്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ച് അവരെ അന്താളിപ്പിച്ച് അന്ധതയിൽ ആഴ്ത്തി ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു. 600 കുതിരപ്പടയാളികൾക്ക് പുറമെ 20,500 പേർ വധിക്കപ്പെട്ടു. കേരയാസിന്റെ കീഴിലുള്ള സുശക്ത കാവൽ സേനയോട് കൂടിയ ഗസറ എന്ന കോട്ടയിലേക്ക് തിമോഥെയോസ് പലായനം ചെയ്തു. മക്കബേയൂസും അനുയായികളും സന്തുഷ്ടരായി. അവർ അതിനെ 4 ദിവസം ഉപരോധിച്ചു. ഉള്ളിലുണ്ടായിരുന്നവർ കോട്ടയുടെ ഉറപ്പിൽ ആശ്രയിച്ചതിനാൽ കഠിനമായി ദൈവദൂഷണം പറയുകയും അസഭ്യവാക്കുകൾ വർഷിക്കുകയും ചെയ്തു. എന്നാൽ 5-ാം ദിവസം പ്രഭാതത്തിൽ മക്കബേയൂസിന്റെ സൈന്യത്തിലെ 20 യുവാക്കന്മാർ ആ ദൈവദൂഷണം കേട്ട് കോപം ജ്വലിച്ച് മതിലിലൂടെ ഇരച്ചു കയറി കണ്ടവരെയെല്ലാം നിർദ്ദയം അരിഞ്ഞു വീഴ്ത്തി. ഇതുപോലെ മതിൽ കയറിയ മറ്റു ചിലർ എതിർത്തു നിന്ന ആ ദൈവദൂഷകരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. ഗോപുരങ്ങൾക്ക് തീവെച്ചു. തീ കൊളുത്തി അവരെ ജീവനോടെ ദഹിപ്പിച്ചു. ചിലർ കവാടങ്ങൾ തകർത്ത് ബാക്കി സൈന്യത്തെ അകത്ത് കടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന തിമോഥെയോസിനെയും അവന്റെ സഹോദരൻ കേരയാസിനെയും അപ്പോളോ ഫാൻസിനെയും അവർ വധിച്ചു. അനന്തരം അവർ ഇസ്രായേലിനോട് വലിയ ദയ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്ത കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വാഴ്ത്തി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ നമുക്ക് ഏറെ വ്യക്തിപരമായി സഹായിക്കുന്ന കാവൽ മാലാഖമാരുടെ ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. ഓരോ രാജ്യത്തിനും ഓരോ നഗരത്തിനും ഓരോ സ്ഥാപനത്തിനും ഓരോ കാവൽ മാലാഖമാർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാലാഖമാരെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്. മാലാഖമാർ അരൂപികളാണ്. ചിറകുകളോടെ മാലാഖമാരെ ചിത്രീകരിക്കുന്നുവെങ്കിലും അവർക്ക് ശരീരമോ ചിറകോ ഇല്ല. ലോക സൃഷ്ടിയോടൊപ്പം മാലാഖമാരെയും സൃഷ്ടിച്ചു. ചിലർ അഹങ്കാരം മൂത്ത് പാപം ചെയ്ത് ദൈവകോപത്തിന് ഇരയായി. അവരാണ് പിശാചുക്കൾ. ഇന്ന് പ്രത്യേകമായി നമ്മുടെ കാവൽ മാലാഖമാരെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ അവരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക്
നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഗാന്ധി ജയന്തിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.